ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് തോട്ടത്തിലേക്കൊന്ന് പോയാലോ? അപ്പോൾ നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ആയിട്ട് കുറേ കൃഷികളൊക്കെ പിന്നെയും ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കൃഷികളൊക്കെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പയറും കോവലും ഒക്കെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങി. മഴയൊക്കെ വന്നപ്പോഴത്തേനും കുറച്ച് കളകളൊക്കെ നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. കൂടെ തന്നെ നമ്മുടെ നട്ടിട്ടുള്ള ചേന, കപ്പയൊക്കെ മഴ ആയതുകൊണ്ട് നന്നായിട്ട് വളർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കൃഷിയും നമ്മൾ ഇറക്കാറുണ്ട്. വാഴ, കപ്പ, ചേന, ചേമ്പ്, ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീടിന് ചുറ്റിനും ഉണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കറി ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരാറില്ല. എല്ലാം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത്. അതായത് മുളക് തൈയാണ്. മുളക് വെച്ചിട്ടുണ്ട്, ഞാൻ വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് വരുന്നുണ്ടത് മഴയൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പയർ പറിച്ചിട്ട് അത് വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇറങ്ങിയപ്പോൾ നിങ്ങളെ വെറുതെ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇത് അമരപ്പയറാണ് കേട്ടോ. അമരപ്പയറിൽ നിന്ന് എനിക്ക് ഒരു പയർ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ. അതൊക്കെ കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും സാമ്പാറിലോ അവിയലിലോ ഒക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ള നല്ല അടിപൊളി പയറാണ് കേട്ടോ. ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ അരി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് പയർ കായ്ക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ടൈമും ഇതുപോലെ ചെയ്യണം ഇനി. അതുപോലെ നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തേക്കാണ്. അതിലൂടെയൊക്കെ നന്നായിട്ട് പയർ കയറി വരുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങക്കായൊക്കെ ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇത് കോവലാണ് കേട്ടോ. കോവൽ നന്നായിട്ട് കായ്ച്ച് വരുന്നുണ്ട്. ഇഷ്ടംപോലെ കോവയ്ക്ക നമുക്ക് ഡെയിലി കോവയ്ക്കായും പയറും ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. എന്നും നമുക്കത് എടുക്കാനായിട്ട് കിട്ടാറുണ്ട്. പിന്നെ നല്ല രസമല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ കൃഷികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഇങ്ങനെ കായ്കളൊക്കെ പറിച്ച് അതൊരു അടിപൊളി വൈബാണ് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ, സ്ഥലമുള്ളിടത്തൊക്കെ. അതാ നമുക്കിപ്പോൾ കിട്ടിയതാണ് ഇത്രയും പയറും കോവയ്ക്കയൊക്കെ. അപ്പോൾ നമുക്ക് ഈ മാങ്ങ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. നല്ല പൾപ്പി ആയിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. ചെറിയൊരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി പൾപ്പി ആയിട്ടുള്ള ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാകുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് കഴിക്കുകയും ചെയ്യാം. വിഷാംശമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ കൃഷിഭവനിലൊക്കെ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ച് ഉള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. കഴിക്കാനും നല്ലതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.